ഹലോ മച്ചാമാരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബാത്റൂമിന്റെ വാട്ടർ പ്രൂഫിംഗ് ആണ്. ഇത് നമ്മളിത് പ്രഷർ പമ്പ് എല്ലാം വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഫസ്റ്റ് ടാങ്ക് പൂശിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതുപോലെ ചെറിയ പൂശിയിട്ടുള്ള ചാന്ത് അതുപോലെ ഗ്രൗട്ടൊക്കെ തള്ളിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പുട്ടി ബ്ലേഡ് എടുത്ത് എല്ലാം ക്ലീൻ ആക്കി കൊടുക്കണം. നമ്മളൊരു 5 അടി ഹൈറ്റിലൊക്കെയാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ തറയിൽ അടിക്കത്തില്ല. നമ്മൾ ഈ ചുമരിൽ നിന്ന് ഒരടി മാറ്റി തറ അടിക്കുക. അപ്പോൾ നമുക്ക് തറയും ക്ലീൻ ചെയ്യണം. ഇതേപോലെ ഈ ചുമര് കാണുന്ന ഈ ചാന്തെല്ലാം ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഈ കാണും പോലെ ചുമരും തറയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് വാട്ടർ പ്രൂഫ് മിക്സ് ചെയ്യാനാണ് പോകുന്നത്. അതെങ്ങനെ നോക്കാം. അപ്പോൾ മച്ചാമാരെ, ഇതാണ് നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ പൗഡർ. അതുപോലെ തന്നെ ഇതാണ് ഈ ക്യാനിലുള്ള ലിക്വിഡാണ്. നമ്മൾ കലക്കാൻ വേണ്ടി ഒരു 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ബാഗ് ആദ്യം കലക്കുകയാണ്. അപ്പോൾ നമ്മൾ പൗഡർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ലിക്വിഡാണ്. ഇത് ഒരു ബാഗിന് ഇത് ഫുള്ളായിട്ടുള്ള ലിക്വിഡ് ഒഴിക്കണം. ഇനി നമുക്കിതിൽ അളവിന് വെള്ളം ചേർക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ഇത് നമ്മളിതൊന്ന് മിക്സ് ആക്കും. അപ്പോൾ മച്ചാന്മാർ, നമ്മൾ നേരത്തെ ഇട്ട പൗഡറും ലിക്വിഡാണ് മിക്സ് ആയത്. ഒരു കോയമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രഷിലാണ് മുക്കി അടിക്കുന്നത്. ഇനി ഇതിൽ ആവശ്യത്തേക്ക് വേണ്ടി വെള്ളം ഒഴിക്കണം. നമ്മൾ വെള്ളം ഒഴിക്കും. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ വാട്ടർ പ്രൂഫെല്ലാം കറക്റ്റ് പരുവത്തിന് മിക്സിങ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കലക്ക ഉപയോഗിച്ചത് ഇതേപോലെ ടൈറ്റർ മെഷീനിൽ ഇതിൻ്റെ ഒരു ബിറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാം മിക്സായി കിട്ടും. നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. മച്ചാന്മാരെ, നമ്മളിവിടെ ബാത്റൂമിൽ അടിക്കാൻ പോവുകയാണ്. നമ്മൾ അടിക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് ഇട്ട് കൊണ്ട് അടിക്കാൻ, റോളറിട്ട് അടിച്ചാൽ ഇതിൻ്റെ ഗ്യാപ്പിലൊന്നും ഫില്ലാവത്തില്ല. പിന്നെ ഒരു ബാത്റൂമിൽ നമ്മൾ 2 കോട്ടാണ് അടിക്കുന്നത്. നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് 3 ബാത്റൂം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാത്റൂം ഇപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ച് അടുത്ത് സെക്കൻഡ് ബാത്റൂം അടിച്ച് തേർഡ് ബാത്റൂം അടിച്ചിട്ട് വരുമ്പം ഇത് സെക്കൻഡ് കോട്ട് അടിക്കാൻ സമയമാവും. ഇതുപോലെ നല്ലവണ്ണം മുക്കി ഈ ഗ്യാപ്പിലെല്ലാം വീണം. അതിനാണ് ഈ ബ്രഷ് കൊണ്ട് അടിക്കണമെന്ന് പറയുന്നത്. നമ്മളൊരു ഈ ഒരു 5 അടി ഹൈറ്റിലാണ് അടിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഈ കാണും പോലെ ഇപ്പോൾ വാട്ടർ പ്രൂഫ് എല്ലാം അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് കോട്ടാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ഈ തറയിൽ വന്നിട്ട് ഈ കോർണറിൻ്റെ നമ്മൾ ഈ ചുമലിലെ കോർണർ തറയായിട്ട് കോർണറിൽ നമ്മൾ ഒരു 5-6 ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈർപ്പൊന്നും അങ്ങോട്ട് പിടിക്കത്തില്ല. അതുപോലെ നമ്മൾ 5 അടിയാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഷവർ വരുന്ന ഭാഗത്ത്
ഹീറ്റർ വരുന്നത്, സോളാർ വരുന്നത് നമ്മൾ ആ ചാനലെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് തേച്ചതായതുകൊണ്ട് ലീക്കൊന്നും വരാൻ ചാൻസ് ഇല്ല. അതുപോലെ പുറത്ത് കാണിച്ചു തരാം. അപ്പോൾ മച്ചാമാരി, ഇതാണ് നമ്മൾ ബാത്റൂമിൻ്റെ പുറം ചവര്, നമ്മളെ റൂം വരുന്ന ഭാഗമാണ്. ഇവിടെ പിന്നീട് ഒരു കബോർഡാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് അടിച്ചതുകൊണ്ട് തന്നെ ഇവിടെ കബോർഡ് ചെയ്താലും ഒരു പ്രശ്നം സംഭവിക്കില്ല. അതായത് ചിലയിടത്ത് ഈ ചുമരെല്ലാം പൊരിഞ്ഞളവുന്നതും പെയിൻറ്റ് പിടിക്കാത്തതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം മാറി കിട്ടും. ഇനി ഇതിൽ സെക്കൻഡ് കോട്ടുണ്ട്, അത് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കാണാം. ഇപ്പോൾ മച്ചാമാരെ, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ 3 ബാത്റൂം ഇപ്പോൾ വാട്ടർ പ്രൂഫ് അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിച്ച വാട്ടർ പ്രൂഫാണ്. ഇപ്പോൾ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സെക്കൻഡ് കോട്ടാണ് അടിക്കുന്നത്. വാട്ടർ പ്രൂഫ് ഇപ്പോൾ ബാത്റൂമിൽ 2 കോട്ട് അടിക്കണം, എങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടത്തുള്ളൂ. ഇനി ഇത് അടിച്ച് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ കാണിക്കുക. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഈ കാണും പോലെ സെക്കൻഡ് കോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ നമ്മൾ എല്ലാ ഗ്യാപ്പ് വരെ എല്ലാം ഫില്ല് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലോറും കൂടെ ഫുള്ള് ചെയ്യും. അത് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ അപ്സ്റ്റെയർ ബാത്റൂമാണിത്. നമ്മൾ തറയിലെല്ലാം വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. എല്ലാം 2 കോട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 കോട്ട് ചെയ്യാവും. അപ്പോൾ തന്നെ അതിൻ്റെ തിക്നെസ് കിട്ടും നമുക്ക്. ഇപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ പ്രൂഫിനെ കുറിച്ചാണ്. നമ്മൾ പ്ലംബിങ് ചെയ്ത് ടൈൽസ് ഒട്ടിക്കുന്ന മുമ്പേ എന്തായാലും നിർബന്ധമായിട്ടും വാട്ടർ ചെക്കിങ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വാട്ടർ പ്രൂഫും ചെയ്യേണ്ടതാണ്. നമ്മുടെ വീടിന് എക്കാലം ഒരു സേഫ്റ്റി ആയിരിക്കും. അതുപോലെ നമ്മൾ ഈ പുറത്തുള്ള ഇങ്ങനത്തെ ചെമ്മലുള്ള ഉക്കൽ, വെടിച്ച് കീറൽ, അതൊന്നും വരില്ല ഈ വാട്ടർ പ്രൂഫ് ചെയ്താൽ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചാനലിൽ പുതിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.